നാടുകാണി ചുരത്തിൽ പോത്തിന്റെ ജഡം തള്ളാനുള്ള നീക്കം തടഞ്ഞ് വനം വകുപ്പും പോലീസും. കഴിഞ്ഞ ദിവസം രാവിലെ 10:30ഓടെയാണ് സംഭവം. വഴിക്കടവ് ആനമറി വനം ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോവുകയായിരുന്ന കർണാടക മൈസൂർ രജിസ്ട്രേഷൻ ലോറി സംശയത്തെ തുടർന്ന് വനം ചെക്ക് പോസ്റ്റിലെ വനപാലകർ പരിശോധിച്ചപ്പോഴാണ് പോത്തിന്റെ ജഡം കണ്ടത്. തുടർന്ന് വഴിക്കടവ് പോലീസിനെ വിവരമറിയിച്ചു. SI വേണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഇവരെ ചോദ്യം ചെയ്തതോടെ കവനൂർ ഭാഗത്തു നിന്നും ചന്ത കഴിഞ്ഞ് വരികയാണെന്നും പോത്തിന്റെ ജഡം കുഴിച്ചിടാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഇവർ പറഞ്ഞു. പോത്തുകളുമായി താമരശ്ശേരി ചുരം വഴിയാണ് ഇവർ കവനൂരിൽ എത്തിയത്. നാടുകാണി ചുരത്തിനു മുൻപും പോത്തിന്റെ ജഡങ്ങൾ തള്ളിയ സംഭവമുണ്ട്. മഴ പെയ്താൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ നാടുകാണിയുടെ താഴ്വാരങ്ങളിലെ ചോലകളിലേക്കും എത്തും. ഈ ചോലകളിലെ വെള്ളമാണ് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത്. പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് പാലക്കാട് മുണ്ട ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് KCBയുടെ സഹായത്തോടെ പോത്തിന്റെ ജഡം കുഴിച്ചിട്ട ശേഷമാണ് ലോറി നാടുകാണിപുരം വഴി കടത്തിവിട്ടത്. മലബാർ ടൈംസ്, മലപ്പുറം.